ഓൾ കേരള ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റിയുടെ സമരം നടക്കുകയാണ്. ഇന്നും നാളെയുമാണ് ശക്തമായ സമരം. അവർ സർവീസുകൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. സംഘടനയുടെ തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി ശ്രീകാര്യം ഷിയാസ് മാതൃഭൂമി ന്യൂസിനൊപ്പമുണ്ട്. എങ്ങനെയാണ് നിങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മൾ 2 ദിവസത്തേക്കാണ് ഇപ്പോൾ സമരം ശക്തമായ രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ആവശ്യങ്ങൾ, ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലോ ഇല്ലെങ്കിൽ കമ്പനിയുടെ പ്രതിനിധികൾ വന്ന് ഇടപെട്ട് സംസാരിച്ച് അതിലൊരു തീരുമാനമോ ഉണ്ടാക്കാത്ത പക്ഷം അനിശ്ചിതകാല ഓഫ്ലൈൻ സമരത്തിലേക്ക് പോകണം. കമ്പനി എന്ന് പറയുമ്പോൾ യൂബറിനെതിരെയാണ് പ്രധാനമായിട്ടും നമ്മൾ സമരം ചെയ്യുന്നത്. കാരണം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള ഒരു ആപ്പ് യൂബറാണ്. എന്നാൽ യൂബർ മാന്യമായ ഒരു റേറ്റ് ഡ്രൈവേഴ്സിന് തരുന്നില്ല. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള റേറ്റ് പോലും യൂബർ എന്ന കമ്പനി ഈ സംസ്ഥാനത്ത് നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. കാരണം യൂബർ ഇത്രയും നാൾ ലൈസൻസ് എടുത്തില്ല എന്നുള്ള പ്രശ്നമാണ് സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞു. ലൈസൻസ് എടുത്ത ഒരു സ്ഥാപനം ഈ സർക്കാരിന് അനുസൃതമായ നിയമങ്ങൾ പാലിക്കാനും ബാധ്യസ്ഥരാണ്. നിങ്ങളിപ്പോൾ ഈ പ്രതിഷേധത്തിൽ കണ്ടു ശവപ്പെട്ടിയൊക്കെ കൊണ്ടുവന്നാണ് പ്രതിഷേധിച്ചത്. തീർച്ചയായിട്ടും നാളെ ഇതേ ശവപ്പെട്ടിയിൽ കിടത്താനുള്ളവരാണ് ഇന്ന് ഈ സമരത്തിൽ പങ്കെടുത്തവർ. കാരണം ഞങ്ങളുടെ ജീവിത സാഹചര്യം അങ്ങനെ പോവേണ്ട. 2012 CNGക്കോ പെട്രോളിനോ മറ്റും ഉണ്ടായിരുന്ന വിലയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ റേറ്റ് തരുന്നതെങ്കിൽ സമ്മതിക്കാം. ഇല്ലാത്ത പക്ഷം നമുക്ക് സമ്മതിക്കാം. 2026 ആയത് അറിയാത്ത ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ആഴ്ചകളിൽ അപ്ഡേഷൻ വരുന്ന ഒരു കമ്പനിയാണ് യൂബർ. നേരെ താഴോട്ട് പ്ലാറ്റ്ഫോം ഫീസായിട്ട് 165 രൂപ ഈടാക്കുന്നത് കൂടാതെ 6% മുതൽ 21% വരെ കമ്മീഷനും ഈടാക്കുന്നു. ഇതിലിപ്പോൾ സർക്കാർ എങ്ങനെ ഇടപെടണമെന്നാണ്? സർക്കാർ ഇടപെടണമെന്ന് സർക്കാരിൻ്റെ നിലവിലൊരു അഗ്രിഗേറ്റർ പോളിസി ഉണ്ട്. ഈ അഗ്രിഗേറ്റർ പോളിസിയിൽ പറയുന്ന അടിസ്ഥാന ഫെയറെങ്കിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥതല ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വില വർദ്ധിച്ചു വരുന്ന സാഹചര്യം, വണ്ടികളുടെ മെയിൻ്റനൻസ്, GPS, പെർമിറ്റ്, ഇൻഷുറൻസ് മുതലായവ ടാക്സി വാഹനങ്ങൾക്ക് കൂടുതലാണ്. ഒരു ഉപയോഗമില്ലാത്ത GPS ബട്ടന് പോലും വർഷം തോറും 7000 രൂപ മുടക്കേണ്ട അവസ്ഥയിലാണ് ഞങ്ങൾ പോകുന്നത്. ഒന്നില്ലെങ്കിൽ കമ്പനികൾ കണ്ണ് തുറന്ന് ഞങ്ങളെ കണ്ണീര് കാണുക, ഇല്ലെങ്കിൽ സർക്കാർ കാണുക, ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തതിന് ശേഷം ആരെങ്കിലും കുടുംബത്തിൻ്റെ നഷ്ടപരിഹാരമായി സർക്കാർ തരാൻ വരികയാണെങ്കിൽ അത് വേണ്ട. ഈ വാഹനങ്ങൾ തിരിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ വാഹനങ്ങൾ എടുക്കാൻ ഞങ്ങൾ ഉപയോഗിച്ച പണമോ അല്ലെങ്കിൽ ബാങ്ക് ബാധ്യതയോ തീർത്തു തന്നാലും മതി സർക്കാർ. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യം. ഇതാണ് ഇവർ പ്രധാനമായി ഈ പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള കാരണം. ഇപ്പോൾ എന്തായാലും നാളെ കൂടി ശക്തമായ സമരം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ ഏകദേശം ഒരു 35,000-ഓളം വണ്ടികളുണ്ട് ടാക്സി ഓടുന്നത്. അപ്പം ഇത് മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു അവസ്ഥ നിലവിൽ കേരളത്തിലുണ്ട്. എത്രയും പെട്ടെന്ന് പരിഹാരം വേണമെന്നവർ ആവശ്യപ്പെടുന്നു. മുരുകനൊപ്പം T. ശ്രീകൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.